വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മുകാശ്മീരിൽ ആർക്കും ഭൂരിപക്ഷമില്ല. PDP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. 25 സീറ്റുമായി BJP രണ്ടാം സ്ഥാനത്താണ്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ ഒരിടത്ത് തോറ്റു. കുൽഗാം മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി യൂസഫ് തരിഗാമി 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. 87 അംഗ ജമ്മുകാശ്മീർ നിയമസഭയിലേക്ക് നടന്ന വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ ആവേശം വിതച്ച് ലീഡ് നില മാറിമറിഞ്ഞു. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കാശ്മീർ ജനത നൽകിയില്ല. ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസിനെ പൂർണ്ണമായും അപ്രസക്തമാക്കിയ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടിയായ PDP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. PDP നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ മുഫ്തി മുഹമ്മദ് സെയ്ദ് 16,000 വോട്ടുകൾക്ക് അനന്ത്നാഗ് മണ്ഡലത്തിൽ വിജയിച്ചു. ജമ്മു മേഖലയിലെ പകുതിയിലേറെ സീറ്റ് നേടി BJP രണ്ടാമത്തെ വലിയ പാർട്ടിയായി വിജയമുറപ്പിച്ചു. കാശ്മീർ വാലിയിൽ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാനാകാത്തത് BJPക്ക് നഷ്ടമായി. BJPയുടെ കാശ്മീരിലെ വനിതാമുഖമായ ഹിന ഭട്ട് പരാജയപ്പെട്ടതും പാർട്ടിക്ക് തിരിച്ചടിയേകി. BJP സഖ്യകക്ഷിയായ PDP സെക്കുലറിന് 3 സീറ്റ് നേടാനായി. നേതാവും മുൻ വിഘടനവാദിയുമായ സഞ്ജയ് ഗാനി ലോൺ ഹാദ്വാരയിൽ മികച്ച വിജയം നേടി. കോൺഗ്രസിന് മുൻവർഷത്തെ അപേക്ഷിച്ച് സീറ്റ് നഷ്ടമായി. അതേസമയം ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് അംബെ പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിയായിരുന്ന ഒമർ അബ്ദുള്ള മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ 1-ൽ പരാജയപ്പെട്ടു. 5 വർഷത്തെ ഭരണത്തിലൂടെ സിറ്റിംഗ് സീറ്റുകൾ പോലും നിലനിർത്താൻ നാഷണൽ കോൺഫറൻസിന് കഴിഞ്ഞില്ല. ഈ സീറ്റുകളിൽ PDPയും BJPയും നേട്ടമുണ്ടാക്കി. CPIM കാശ്മീർ സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് യൂസഫ് തരിഗാമി കുൽഗാം മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 4ാം തവണയും വിജയിച്ചു. 1996 മുതൽ കുൽഗാമിനെ കാശ്മീർ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് തരിഗാമിയാണ്. ജമ്മു കാശ്മീരിൽ നിലനിന്ന കുടുംബവാഴ്ചയും രാഷ്ട്രീയ മേൽക്കൈയുമാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി തകർന്നു വീണിരിക്കുന്നത്. റെക്കോർഡ് പോളിംഗ് നടത്തിയ കാശ്മീർ ജനത ആർക്കും ഭൂരിപക്ഷം നൽകാത്തതിനാൽ സഖ്യത്തിനും തൂക്കുമന്ത്രിസഭാ രൂപീകരണത്തിനുമാകും വരും ദിവസങ്ങളിൽ കാശ്മീർ താഴ്വര സാക്ഷ്യം വഹിക്കുക. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. ജാർഖണ്ഡിൽ BJP കേവല ഭൂരിപക്ഷം നേടി. ഇനി മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച ചർച്ചകളായിരിക്കും BJP പാളയത്തിൽ നടക്കുക. സംസ്ഥാന പ്രസിഡന്റായ രഘുബർ ദാസിനെ ആയിരിക്കും BJP നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയെന്നും സൂചനയുണ്ട്. ഒരു വേള ഈ എക്സിറ്റ് പോളുകളെയൊക്കെ പിന്തള്ളി 53 സീറ്റുകളിൽ വരെ BJP ലീഡ് ചെയ്തിരുന്നു. പിന്നീട് ക്രമാതീതമായി BJPയുടെ ലീഡ് നില കുറഞ്ഞു. 53 സീറ്റുകളിൽ ലീഡെത്തിയപ്പോൾ തന്നെ BJP പ്രവർത്തകർ ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു. പിന്നീട് ലീഡ് നില മാറിമറിഞ്ഞെങ്കിലും മികച്ച ജനപിന്തുണയിൽ BJP തന്നെയാണ് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയധികം ജനപിന്തുണ ലഭിക്കുന്നതും. ജംഷഡ്പൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച BJP സംസ്ഥാന പ്രസിഡന്റ് രഘുബർ ദാസിനെയായിരിക്കും പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിക്കുക. മുൻ മുഖ്യമന്ത്രിമാരായ മധു ഗോഡ, അർജുൻ മുണ്ടെ തുടങ്ങിയവർക്ക് 2014 തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് പരാജയമായിരുന്നു. കഴിഞ്ഞ തവണത്തെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ ദുംകയിലും ബർഹൈസിലും മത്സരിച്ചിരുന്നെങ്കിലും ദുംകയിൽ പരാജയമായിരുന്നു ഫലം. BJPക്ക് തൊട്ടുപിറകെ ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് 2ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ തവണ നേടിയ അത്ര തന്നെ സീറ്റുകൾ JMMന് ഇത്തവണയും നേടാൻ സാധിച്ചപ്പോൾ കോൺഗ്രസ് ജാർഖണ്ഡിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. BJPക്ക് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച മൃഗീയ ഭൂരിപക്ഷവും മോഡി തരംഗവുമൊന്നും ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു കണ്ടില്ല. എങ്കിലും ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് ജാർഖണ്ഡ് ജനത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര വലിയ സ്വീകാര്യത നൽകുന്നതും. ദില്ലിയിൽ നിന്നും ബിജേഷ് നടുവിൽ. കാശ്മീരിൽ സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. ജാർഖണ്ഡിൽ BJP നല്ല ഭരണം കാഴ്ചവെക്കും. വോട്ടർമാർ കോൺഗ്രസിനെ കൈവിട്ടുവെന്നും കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ BJP അടുക്കുകയാണെന്നും അമിത് ഷാ ദില്ലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. कांग्रेस मुक्त भारत का अभियान हमारा सफलता के साथ आगे बढ़ रहा है और मैं आशा करता हूं कि आने वाले दिनों में भी ये कांग्रेस मुक्त भारत का अभियान बहुत आगे तक जाए. झारखंड का चुनाव जब घोषित हुआ तब कांग्रेस और सो कॉल्ड जनता परिवार इन्होंने गठबंधन कर एक चैलेंज खड़ा करने का प्रयास किया था कि बिहार की तर्ज पर वहां पर भी कांग्रेस, जनता दल और RJD तीनों इकट्ठा होकर भारतीय जनता पार्टी का विकल्प बनेंगे. मगर झारखंड की जनता ने ये तीनों के सम्मिलित
करीब करीब 7 सीटें दी है। मैं मानता हूं कि वो 2 अंकों को भी नहीं छू पाएंगे। AI ഗ്രൂപ്പുകൾക്ക് മറുപടിയുമായി KPCC അധ്യക്ഷൻ VM സുധീരൻ. അധികാരമുണ്ടെങ്കിൽ എല്ലാമായെന്ന് ആരും ധരിക്കരുതെന്നും അധികാരം നഷ്ടപ്പെട്ടാൽ ആരും തിരിഞ്ഞു നോക്കില്ലെന്നും സുധീരൻ പറഞ്ഞു. മാധ്യമങ്ങളെ കാണുമ്പോൾ മുരളീധരൻ ദുർബലനാകുന്നുവെന്നും പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന വഴി മുരളീധരൻ മറക്കുന്നുവെന്നും സുധീരൻ വിമർശിച്ചു. കെ കരുണാകരൻ അനുസ്മരണ ചടങ്ങിലാണ് സുധീരന്റെ ഈ വിമർശനമുണ്ടായത്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടന്ന കെ കരുണാകരൻ അനുസ്മരണ ചടങ്ങിലാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ ഒളിയമ്പുകളുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്തെത്തിയത്. അധികാരമുള്ളപ്പോൾ എല്ലാം കയ്യിലാണെന്ന് ആരും ധരിക്കരുത്. അധികാരമുള്ളപ്പോൾ കൂടെയുള്ളവർ പിന്നീട് തിരിഞ്ഞു നോക്കണമെന്നില്ല. കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതം ഇതാണ് പഠിപ്പിക്കുന്നതെന്നും സുധീരൻ പറഞ്ഞു. എല്ലാം നമ്മുടെ കയ്യിലാണ് എന്ന് നമ്മൾ ആരും ധരിക്കരുത്, ഒരിക്കലും ധരിക്കരുത്. എന്നുകൊണ്ടെന്നാൽ ഈ അധികാരമുള്ളപ്പോൾ അല്ലെങ്കിൽ സ്ഥാനങ്ങളും പദവികളും ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുത്ത് ഓടിക്കൂടുന്ന ആരും തന്നെ അധികാരം നഷ്ടപ്പെട്ടാൽ സ്ഥാനങ്ങളുണ്ടായില്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല എന്ന ഒരു സ്ഥിതിവിശേഷം ശ്രീ കെ കരുണാകരൻ്റെ ജീവിതം എന്നെ പഠിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. വളരെ വികാരത്തോടു കൂടി തന്നെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തോട് എത്രമാത്രം അവസാന കാലഘട്ടത്തിൽ നീതി ചെയ്യാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചു. ചില വിഷയങ്ങൾ പറയുമ്പോൾ ആദ്യം താൻ ഒറ്റയ്ക്കാണെങ്കിലും പിന്നീട് പാർട്ടി അത് ഏറ്റെടുത്തിട്ടുണ്ടെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന കെ മുരളീധരനെതിരെയായിരുന്നു പിന്നീട് കടുത്ത ഭാഷയിൽ സുധീരന്റെ വിമർശനം. മാധ്യമങ്ങളെ കാണുമ്പോൾ മുരളീധരൻ ദുർബലനാകുന്നു. പാർട്ടി വിട്ട ശേഷം കോൺഗ്രസിൽ മടങ്ങിയെത്തിയ വഴി മുരളി മറന്നുകാണുമെന്നും സുധീരൻ പറഞ്ഞു. കാരണം മുരളിയുടെ രീതി നമുക്കറിയാം. മാധ്യമങ്ങളെ കാണുമ്പോൾ മുരളി എടുത്ത് ദുർബലനായി പോകും. അത് മുരളിക്കൊരു വീക്ക്നെസ്സാണ്. പറഞ്ഞത് കയ്യിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ മുരളി അതേക്കുറിച്ച് ആലോചിക്കാറില്ല. മുരളിക്ക് അപകടങ്ങൾ പലപ്പോഴും എത്തി. ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് കോൺഗ്രസിൽ വന്ന ആളാണ് മുരളി. സന്നിഗ്ധ ഘട്ടങ്ങളിൽ പോലും കെ കരുണാകരൻ അപാകമായി വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നും സുധീരൻ ഓർമ്മിപ്പിച്ചു. മദ്യനയ മാറ്റത്തിൽ കോൺഗ്രസ് MLA-മാരെ ഒപ്പം കൂട്ടി തുറന്ന പോരിന് തയ്യാറായ AI ഗ്രൂപ്പുകൾക്ക് KPCC ആസ്ഥാനത്ത് വെച്ച് തന്നെ ശക്തമായ മറുപടിയാണ് സുധീരൻ നൽകിയത്. ഒപ്പം താൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന സന്ദേശവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിനെതിരെ വിമർശനവുമായി KCBC. 1000 MLA-മാർ മുഖ്യമന്ത്രിയെ പിന്തുണച്ചാലും തെറ്റ് തന്നെയെന്ന് KCBC. അബ്കാരികളുടെ പണത്തിന് മുൻപിൽ സർക്കാർ മുട്ടുകുത്തിയെന്നും KCBC. മദ്യനയത്തിൽ സർക്കാരിൻ്റേത് പ്രായോഗിക നിലപാടല്ല, മനംമാറ്റമാണ്. വ്യക്തമായ ഒത്തുകളിയുടെ ഭാഗമാണ് മദ്യനയത്തിൽ വന്നിട്ടുള്ള മാറ്റം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കുകയാണ്. സ്വാധീനങ്ങൾക്ക് വഴങ്ങി നയം അട്ടിമറിച്ചു. 1000 MLA-മാരുടെ പിന്തുണയുണ്ടെങ്കിലും തെറ്റ് തന്നെയാണെന്നും KCBC പറഞ്ഞു. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വൈസ് ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി. ഈ മദ്യനയം വീണ്ടും കൊണ്ടുവന്നാൽ ആരോട് വോട്ട് ചെയ്യേണ്ടെന്ന് പറയുകയില്ല. പക്ഷേ പറയും എന്ത്, ഈ സർക്കാരിനെ സൂക്ഷിക്കണം എന്ന് പറയും. അബ്കാരികൾക്കായി തട്ടിക്കൂട്ടുണ്ടാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യനയത്തിൽ വെള്ളം ചേർത്തതെന്ന് KCBC സെക്രട്ടറി ഫാദർ TJ ആന്റണി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ KCBC പ്രാദേശികാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. മദ്യനയത്തിൽ VM സുധീരന്റെ നിലപാടുകളാണ് ശരിയെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യലോബിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് അതിൻ്റെ പേരിൽ പരാജയം രുചിക്കേണ്ടി വരും. പുതിയ ബിയർ വൈൻ പാർലറുകൾക്ക് പഞ്ചായത്തുകളുടെ അനുമതി നിർബന്ധമാണെന്ന് പറഞ്ഞുള്ള ഏറ്റവും പുതിയ ഉത്തരവാണിത്. വിലപ്പെട്ട രേഖകൾ മറികടന്നുകൊണ്ടാണ് ഓരോ പഞ്ചായത്തുകളുടെയും അനുമതി ഇല്ലാതെ വേണ്ടാതെ മദ്യലോബിക്ക് വേണ്ടി ഈ പുതിയ അനുമതി കൊടുക്കാൻ പോകുന്നത്. ജനുവരി 1 മുതൽ ജില്ലാതലത്തിൽ മദ്യനയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ എറണാകുളം POCയിൽ ചേർന്ന മദ്യവിരുദ്ധ ഏകോപന സമിതി യോഗത്തിൽ ധാരണയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മദ്യനയം തെറ്റാണെന്ന് പറയുന്നവർ കണ്ണാടി നോക്കണമെന്ന് KCBCക്ക് മന്ത്രി KC ജോസഫിന്റെ മറുപടി. അതേസമയം ഡ്രൈഡേ നീക്കുന്നതിൽ സർക്കാരിന് അവ്യക്തതയില്ലെന്നും അബ്കാരി നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്നും K ബാബു പറഞ്ഞു. അതൊന്നും കാണാൻ KCBC തയ്യാറാകുന്നില്ല. എനിക്കൊരു കാര്യം അവിടെ ചോദിക്കാനുള്ളത്, കേരളത്തിൽ ഏത് സമുദായക്കാരാണ് മദ്യങ്ങൾ ഉപയോഗിക്കുന്നത്? കേരളത്തിൽ ഏത് സമുദായമാണ് മദ്യ വ്യവസായത്തിൽ കൂടുതൽ ഇടപെട്ടിട്ടുള്ളത്? ഏത് സമുദായത്തിൻ്റെ ആഘോഷങ്ങളുള്ള മദ്യങ്ങൾ ഉപയോഗിക്കുന്നത്? അത് കണ്ണാടി എടുത്ത് മുഖത്തോട് വെച്ച് നോക്കണം. അപ്പം അതിനകത്ത് യാതൊരു അവ്യക്തതയുടെയും പ്രശ്നമില്ല. കാരണം റൂൾസിൽ മാറ്റം വരുത്തി കഴിഞ്ഞു. അതിൻ്റെ സാധാരണ കീഴ്വഴക്കം ആദ്യം ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങണം. അപ്പോൾ ഗവൺമെൻറ് ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോ ഇറങ്ങി. ആ ജിയോയ്ക്ക് അനുസൃതമായിട്ട് ഡിസ്പോസൽ റൂളിലും ഫോറിൻ
ലിക്കർ റൂളിലും മാറ്റം വരുത്തണമായിരുന്നു. ആ മാറ്റം വന്നു കഴിഞ്ഞു. അതിനകത്ത് അവ്യക്തതയുടെ പ്രശ്നമില്ല. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര പുറപ്പെട്ടു. രാവിലെ 7 മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26-ാം തീയതി ഉച്ചയോടെ പമ്പയിൽ എത്തിച്ചേരും. അനുകൂലമായി ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പമ്പയിൽ അന്നദാനം നടത്താൻ ദേവസ്വം ബോർഡ് അനുമതി നൽകുന്നില്ലെന്ന് സന്നദ്ധ സംഘടനയുടെ പരാതി. ദേവസ്വം കമ്മീഷണർ അനുമതി നൽകിയെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തയ്യാറാകുന്നില്ല എന്നാണ് ആരോപണം. മലബാർ ഗോൾഡിന്റെ 123ാമത് ഷോറൂം ദുബായിലെ ഗോൾഡ് സൂക്കിൽ തുറന്നു. ബോളിവുഡ് നടി കരീന കപൂർ ഉദ്ഘാടനം നിർവഹിച്ചു. 10 രാജ്യങ്ങളിലെ ആഭരണങ്ങൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു.